ഷീലമാം നമസ്കാരം. ഈ മലയാള സിനിമാ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, ഈ വിനയൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ദിലീപിനെയും മോഹൻലാലിനെയും ഒക്കെ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുക, അത്തരം ചില കാര്യങ്ങൾ വിനയൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഭാഗ്യലക്ഷ്മി WCCക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാം? യഥാർത്ഥത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു വീഴ്പരക്കലും പരസ്പരമുള്ള വ്യക്തിവൈരാഗ്യം തീർക്കലുമാണെന്നാണ് തോന്നുന്നത്. വിനയന്റേതായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. വിനയൻ നേരത്തെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ചില വിഷയങ്ങൾ കഴമ്പുള്ളതാണ്, ചില വിഷയങ്ങൾ കഴമ്പില്ലാത്തതാണ്. പക്ഷെ ഞാൻ പറയുന്നു, ദിലീപ് സിനിമാ രംഗത്ത് വളരെ പവർ ഗ്രൂപ്പ് എന്ന് പറയാമോ എന്നറിയില്ല, എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ചു കൊണ്ടുപോയിരുന്ന ഒരു സമയത്താണ് ദിലീപിന് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ക്രൂശിക്കാനുള്ള അല്ലെങ്കിൽ ഈ കേസിലേക്ക് ദിലീപ് എത്തപ്പെടുന്നത്. ആ സമയത്ത് മുതിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായി, തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ഇങ്ങനെ പല കാര്യങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ലക്ഷ്യം വെക്കുന്ന മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ ആണെന്ന കാര്യത്തിൽ സംശയം ഇല്ല. കാരണം പുതുതലമുറ സിനിമാക്കാരും പഴയ തലമുറ സിനിമാക്കാരും തമ്മിലുള്ള ഒരു അംഗമാണോ ഇപ്പോൾ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ചില പുതുതലമുറക്കാരോടൊപ്പം ചില പഴയ തലമുറയിലെ വൈരാഗ്യമുള്ളവർ കൂടി ചേരുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വിഷയം വന്ന ശേഷം ചർച്ചയാകുന്നത്. അങ്ങനെയല്ലല്ലോ. സിനിമയുടെ സമസ്ത മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി അല്ലെങ്കിൽ ആ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യതിചലിച്ചു കൊണ്ടുപോകുന്നു. കാരണം പവർ ഗ്രൂപ്പും സ്ത്രീകളുടെ പ്രശ്നങ്ങളും, അതായത് സ്ത്രീകളും പുരുഷന്മാരും എങ്ങോട്ടൊക്കെ ആരൊക്കെ പോയി, ഏത് നടന്മാർ ഏത് നടിമാരോടെ പോയി എന്നൊക്കെ അറിയാനുള്ള താല്പര്യം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ആ മർമ്മം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കാണ് കാര്യങ്ങൾ ഫോക്കസ് മാറ്റിയത്. മാധ്യമങ്ങളടക്കം അതിൽ വലിയ കുറ്റവാളികളാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗൗരവകരമായി സ്ത്രീ വിഷയങ്ങൾ അടക്കത്തിലേക്ക് ചെന്നെത്തുന്ന ഏറ്റവും ഗൗരവകരമായ വിഷയം മയക്കുമരുന്ന് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഒരു തരത്തിലും ചർച്ച പോയില്ല. ഇത് ആദ്യ ദിവസം മുതൽ ഞാൻ പറയുന്നതാണ്. WCCയുമായി ബന്ധപ്പെട്ടും നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് WCCക്ക് സ്ത്രീ വിഷയങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം WCCക്ക് സ്ത്രീ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മമ്മൂട്ടി അടക്കമുള്ളവർ പറഞ്ഞതാണ് WCCയിൽ എല്ലാവരും അംഗത്വം എടുക്കണമെന്ന്. എത്ര സ്ത്രീകളെ ഇവർ ചേർത്തു? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. അമ്മയുടെ ഒരു യോഗത്തിൽ അവരെ മാറ്റി നിർത്തിയിട്ടില്ല. ഇവിടെയുള്ള സ്ത്രീകൾ കൂടി WCCയിലേക്ക് മെമ്പർഷിപ്പ് എടുത്താലും കുഴപ്പമില്ല എന്ന് മമ്മൂട്ടി അടക്കമുള്ളവർ പറഞ്ഞപ്പോൾ എത്ര സ്ത്രീകളെയാണ് ഇവർ അതിൽ ചേർത്തത്? ഇപ്പൊ ഭാഗ്യലക്ഷ്മി ഇന്നല്ല, കഴിഞ്ഞ ദിവസവും ഇതേപോലെ ഒരു ആരോപണം ഭാഗ്യലക്ഷ്മി മുന്നോട്ട് വെച്ചിരുന്നു. ഭാഗ്യലക്ഷ്മി കൃത്യമായും പറയുന്നുണ്ട്, താൻ അടക്കമുള്ളവർക്ക് വിളിക്കാനുള്ള സൗകര്യം പോലും വലിയ നടിമാരും ഫോൺ എടുക്കുന്നില്ല എന്ന്. താൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ മെസ്സേജ് അയക്കുമ്പോൾ മാത്രമാണ് തിരിച്ചു പ്രതികരിക്കാറുള്ളത് എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. ഭാഗ്യലക്ഷ്മി സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ഒരാളാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരരുത്. അതായത് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമായി സംഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അന്ന് രൂപീകരിക്കപ്പെട്ട സംഘടനയിൽ പുതുതായി ഒരാൾ പോലും ചേർന്നിട്ടില്ല കഴിഞ്ഞ 7 വർഷമായി. അവർ പറയുന്ന 7 വർഷമായി ഞങ്ങൾ വലിയ പോരാട്ടം നടത്തി എന്ന് പറയുമ്പോഴും മറ്റൊരു തരത്തിലുള്ള പോരാട്ടം നടത്താനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കുകയോ അല്ലെങ്കിൽ ഒരു സംഘടിത ശക്തിയായി നിൽക്കാനുള്ള ശ്രമങ്ങളോ WCC നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും തന്നെ WCC നടത്തിയിട്ടില്ല. WCC അവരുടെ കുറെ ആൾക്കാരെ ചേർത്തുകൊണ്ട് അവർ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഫോക്കസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി നോക്കിയാൽ അതിൽ ചില മാധ്യമപ്രവർത്തകരുമുണ്ട് കേട്ടോ. അതിൽ കൃത്യമായി നോക്കിയാൽ അവർ ദിലീപിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമായിരുന്നു കഴിഞ്ഞ 7 വർഷമായി ഫോക്കസ്. ഇപ്പോൾ അതിലേക്ക് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ചില മാധ്യമപ്രവർത്തകർ ഇടയ്ക്കൊക്കെ ദിലീപിനെ അതിലേക്കൊന്ന് തോണ്ടിയിടാനൊക്കെ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആരും അതിൽ ഈ ഏകദേശ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അതിലേക്ക് പിടിക്കുന്നില്ല. പിന്നെ ഇവർ ലക്ഷ്യം വെച്ചിരുന്ന മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ ആയിരുന്നു. ഏതായാലും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അമ്മ പിരിച്ചുവിടുകയും മോഹൻലാലിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തതോടെ ഇവർക്കിപ്പോ മറ്റ് എഡ്ജുകളൊന്നും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പൊ നിവിൻ പോളിക്കെതിരെ ഒരു കേസ് വരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നിൽക്കുന്നു. അതിലെ പരാതിക്കാരിയുടെ ഒരു ഇന്റൻഷൻ പോലും സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. ഇങ്ങനെയൊക്കെ എത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് WCC പോലുള്ള സംഘടനകളെ അങ്ങോട്ടേക്ക് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക? ഇന്നലെ പ്രധാനപ്പെട്ട സംശയം നിലനിൽക്കുന്നത്, കാരണം ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ വരികയാണ്. പക്ഷേ മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഈ WCCയുമായി ബന്ധപ്പെട്ട് WCC രൂപീകരിച്ചിട്ട് ദിലീപിന്റെ ആ ഒരു കേസ് വരുന്നതോടുകൂടി WCC വരുന്നു. WCC സർക്കാരിന് നിവേദനങ്ങൾ കൊടുക്കുന്നു. ഞങ്ങളാണ് ഈ മലയാള സിനിമയിലെ സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്ന് അവർ പറയുന്നു. പക്ഷേ അതിനുശേഷം മലയാള സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്ത സിനിമകളിൽ സ്ത്രീകൾ
സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇവർ അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ ഒരു കത്ത് പോലും കൊടുത്തതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത് അതിലെ വിധു വിൻസെന്റ് എന്ന് പറയുന്ന ഒരു സംവിധായിക, യുവ സംവിധായിക ഈ അടുത്ത് WCCയിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി. അവർ പറഞ്ഞത് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ആ ഒരു നിലപാടിൻ്റെ രാജകുമാരി ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട്, സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യവുമായി വിളിച്ചപ്പോൾ ഫോൺ പോലും എടുത്തില്ല എന്നാണ്. ഇങ്ങനെയൊക്കെയല്ലേ ഇവരുടെ നിലപാട് മാഡം? തീർച്ചയായും ദിലീപിനെ ക്രൂശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണെന്ന് ആദ്യ ദിവസം മുതൽ WCC ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ആദ്യത്തെ ചർച്ചയിൽ ഞാൻ ഇത് ഉന്നയിച്ചിരുന്നു. കാരണം മഞ്ജു വാര്യർ കാലുമാറുകയൊക്കെ ചെയ്ത അവസ്ഥയുണ്ടായപ്പോ വളരെ കൃത്യമായി തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതാണ്, ഇത് സത്യത്തിൽ ഇതിന്റെ ഇന്റൻഷൻ തന്നെ ദിലീപിനെ ക്രൂശിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഘടനയാണോ എന്ന സംശയം നമുക്ക് ആദ്യഘട്ടം മുതൽ ഉണ്ട്. യാതൊരു സംശയമില്ല. കാരണം അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. അതിനുശേഷം കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ എത്ര സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വന്നു? ഇവർക്ക് വേണ്ടി ആർക്കെങ്കിലും വേണ്ടി WCCയിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഈ 7 വർഷത്തിനിടയിൽ നമ്മൾ പറയുന്നു, ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നു പറയുന്നു. പക്ഷെ പരാതിയായി തന്നെ ഇപ്പൊ ബ്രോഡ് ആഡിയുടെ സെറ്റിൽ പീഡനം നടന്നു, ആ പെൺകുട്ടി തെലുങ്ക് സിനിമയിൽ പരാതി കൊടുത്തു, വിജയ് ബാബുവിനെതിരെ ഒരു പരാതി വന്നു, ആ വിഷയത്തിൽ കോടതിയിൽ കേസായെങ്കിലും സ്ത്രീ വിഷയം ഉൾപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ അതിനുവേണ്ടി വാദിക്കണ്ടേ? അതുപോലെ തന്നെ അലൻസിയറിനെതിരെ പരാതി വന്നു, ആ പരാതിയിലൊന്നും പരാതിക്കാരെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും ഇവർക്കില്ല. അലൻസിയറോടൊപ്പം ഇവർ അഭിനയിക്കുന്നുണ്ട് സിനിമാ സംഘടനയിൽ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലൻസിയർ എത്ര മോശകരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ഒരു ചലച്ചിത്രമേളയുടെ ആ സ്ത്രീയുടെ ശില്പം കാണുമ്പോൾ പോലും അയാൾക്ക് മോശപ്പെട്ട വികാരം തോന്നുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് വളരെ കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? അതേ നിലപാട് തന്നെ ആയിരിക്കില്ലേ സിനിമയിലെ സ്ത്രീകളോട് പോലും? ഒരു പ്രതിമയെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിൽ ഇയാളുടെ എത്ര സ്ത്രീവിരുദ്ധമായ നിലപാടുള്ള ആളാണ് അയാളെന്ന് നമുക്ക് ചിന്തിക്കാൻ പാഴുപടിപ്പരെ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും ഇവരാരും ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. ഇനി ഇവർക്കെതിരെ വന്ന ആരോപണങ്ങളിൽ പോലും രേവതി എവിടെ? രേവതിയെ സംബന്ധിച്ച് വരുന്ന ഗുരുതരമായ ആരോപണമല്ലേ? സ്ത്രീ പീഡനം മാത്രമല്ല, പുരുഷ പീഡനവും പീഡനമാണെന്നേ. പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അത്തരത്തിൽ പുരുഷന്മാർക്ക് പ്രതിരോധം തീർക്കുന്ന പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന, പുരുഷന്മാർക്ക് ഏൽക്കുന്ന പീഡനമൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം പീഡനമല്ല. മാത്രമല്ല, ഈ രേവതിക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണമാണ്. അപ്പൊ അവര് പറയുന്നത് അത് തെളിവില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. ആ തെളിവ് വേണമെങ്കിൽ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഫോൺ പരിശോധിക്കുകയും ചെയ്താലല്ലേ മേഡം തെളിവ് കിട്ടുള്ളൂ. അതെ 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 അതാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോ റിമ ഒരു പരാതിയുമായി മുന്നോട്ട്. റിമയ്ക്കെതിരെ ഉയർന്ന ആരോപണം 3 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന്, അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് മുക്കിയെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് റിമയ്ക്ക് പുറത്തു വരേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ റിമ ഒരു പരാതിയുമായി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത്രയും ഗുരുതരമായ ആരോപണമായതുകൊണ്ട് തന്നെ ആ പരാതിയുമായി വരുമ്പോൾ നമുക്കെന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ അന്വേഷണ കമ്മീഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല, കോടതിയിലേക്ക് ഡിഫമേഷൻ മൂവ് ചെയ്തിട്ടില്ല. ഇപ്പം ഡിഫമേഷൻ മൂവ് ചെയ്താൽ തന്നെ എത്ര കാലം എടുക്കും ഡിഫമേഷൻ പോലുള്ള കേസ്? യഥാർത്ഥത്തിൽ ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെങ്കിൽ അത് ആദ്യം പോലീസിലാണ് നൽകേണ്ടത്. പോലീസ് അക്കാര്യത്തിൽ ഇവരുടെ ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് തെളിയണ്ടേ? അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ സിനിമാ സെറ്റുകളിൽ നടത്തണ്ടേ? സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് നടത്തണ്ടേ? അതിനുള്ള സാധ്യത അടച്ചുകൊണ്ട് ഇവർ പറയുന്നവരുടെ മാത്രം മൊഴിയെടുക്കാൻ കഴിയുന്ന ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് വേറൊരു ചർച്ച ചെയ്യാം. ഈ അന്വേഷണ സംഘത്തിൽ എല്ലാവരും തന്നെ ആരോപണ വിധേയരാണ്. പല കേസുകളിലും ആരോപണ വിധേയരായവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണ സംഘമാണ് ഈ സംഘം. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം വിശ്വാസയോഗ്യത ഈ അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. പിന്നെ മൊഴിയെടുക്കുന്നത്, ഇന്നലെ റിമയുടെ ഇന്റർവ്യൂ, ഇന്ന് എനിക്ക് തോന്നുന്നു സിന്ധു സൂര്യകുമാറുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഞാൻ കണ്ടു. മൊത്തമായിട്ടില്ല, ഉച്ച കഴിഞ്ഞിട്ട് കണ്ടാണ് ചെയ്യുന്നത് തോന്നുന്നു. അപ്പൊ ആ ഇന്റർവ്യൂവിൽ റിമ പറയുന്നത് എന്താണ്? ഞാൻ ഒരു പരാതി കൊടുത്തു, ആ പരാതിയിൽ ഇനിയും ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പരാതികളിൽ ഇരകളെ ഇനി വിളിക്കരുത്, മൊഴിയെടുക്കരുതെന്നാണ്. അതെന്താ? ഇരകൾക്ക് ഒരു പ്രാവശ്യം കൂടി മൊഴി കൊടുത്താൽ, അതായത് അപ്പോ ഇവർ പറഞ്ഞു കൊടുത്തിരുന്ന മൊഴിയാണോ ഇരകൾ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് വാസ്തവമാണോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ അത് ശരിയാണോ? ഇത് ഭാഗ്യലക്ഷ്മി ഇന്നലെ ചോദിച്ചിരുന്നു. വിശ്വാസയോഗ്യമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഒരു പോയിന്റ് അത് ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാണ്. ഭാഗ്യലക്ഷ്മി വളരെ കൃത്യമായി തന്നെ, അത് കൃത്യമാണ് ഭാഗ്യലക്ഷ്മിയുടെ കാൽക്കുലേഷൻ, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. കാരണം ഭാഗ്യലക്ഷ്മി ഇന്നലെ പറഞ്ഞു, സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചതെങ്കിൽ സിനിമയിലെ സ്ത്രീകളെ കുറിച്ചാണെങ്കിൽ മാക്ടയ്ക്കും അമ്മയ്ക്കും ഒക്കെ കത്ത് കൊടുക്കേണ്ടതല്ലേ? അത്തരം ഒരു കത്ത് കൊടുത്തിട്ടില്ല. ഭാഗ്യലക്ഷ്മിയെ അങ്ങനെ 5-6 പേരെ ഇങ്ങനെ ബന്ധമുള്ള അല്ലെങ്കിൽ പരിചയമുള്ള നാട്ടുകാർ അറിയുന്ന ചിലരെ വിളിച്ചു വരുത്തി എന്നുള്ളതല്ലാതെ, മോഹൻലാലിനും മമ്മൂട്ടിയോ അങ്ങനെ ആരെയൊക്കെയോ വിളിച്ചു വരുത്തി എന്നുള്ളതല്ലാതെ ഇവരെ ആരെയും ഏതെങ്കിലും സ്ത്രീ വിഷയം അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തുകൊണ്ട് ഈ സംഘടനയിലുള്ള ആരെയും വിളിച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഇവർ പറഞ്ഞ കുറച്ചുപേരെ വിളിച്ച് മൊഴിയെടുത്തു എന്നാണ്. ആ മൊഴി ഇനിയിപ്പോ കമ്മിറ്റി റിപ്പോർട്ട് ആയതുകൊണ്ടാണ്, കമ്മീഷൻ അല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് കമ്മിറ്റിക്ക് മുന്നിൽ ചിലതൊക്കെ പറഞ്ഞു കാണും.
ആ പറഞ്ഞതൊന്നും ഇനി അവർക്ക് പറയാൻ താല്പര്യമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഇനി അതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ എങ്ങനെയാ പാർത്ഥ ഞാൻ ചോദിക്കുന്ന, ഒരു കേസ് നടക്കുമ്പോ ഇവർ പറയുന്നത് കേട്ടോ, ഒരു സൈഡഡ് ആയി ഒരാൾ പറയുന്നു, കുറെ കാര്യങ്ങൾ, കുറെ അലിഗേഷൻസ് പറയുന്നു, അത് വെച്ചിട്ടാണോ ഒരു കേസ് എടുക്കുക? അത് വെച്ചൊരു കേസ് എടുത്താൽ നാളെ കോടതിയിൽ എത്തുമ്പോൾ അതിന്റെ അവസ്ഥ എന്താകും? അങ്ങനെ ആ പരാതിക്കാർ വേണ്ടേ? ഇത് സത്യമാണോ എന്ന് അറിയണ്ടേ? ആരെങ്കിലും കൊടുക്കുന്ന ഒരു ലിസ്റ്റ് വെച്ചിട്ട് കുറെ പേരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ WCCയുമായി ബന്ധപ്പെട്ട് ഇവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്ന സമയത്ത് പോലും ദിലീപിനെതിരെ ഈ കേസിനകത്ത്, അതായത് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഇവർ കരുതിയിരുന്നു. പക്ഷേ ദിലീപിനെതിരെ കാര്യമായി ഒന്നും വരുന്നില്ല, ഒരു കാര്യവും വരുന്നില്ല, ഒരു ആരോപണവും വരുന്നില്ല. ദിലീപ് മറ്റ് സ്ത്രീകളെ പീഡിപ്പിച്ചതായുള്ള ആരോപണം വരുന്നില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഈ അന്വേഷണ സംഘം, ദിലീപിനെതിരായ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിനെതിരായിക്കൊണ്ടും വളരെ വലിയ രീതിയിലുള്ള ചില ആരോപണങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില പോരായ്മകൾ ഉണ്ട് എന്ന് തന്നെയാണ് അല്ലേ മാഡം നമ്മൾ സംശയിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇവർ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ദിലീപുമായി ബന്ധപ്പെട്ട്. ഈ ആരോപണങ്ങളൊന്നും ഇവർക്ക് പോലും രണ്ടാമത് ഉന്നയിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദിലീപിനെതിരെ ഈ കമ്മിറ്റിയിൽ ആരോപണങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്വാഭാവികമായി ഇവർ പറയുന്നത് എന്താണ്? ഒന്നോ രണ്ടോ പേർ മൊഴി മാറ്റിയെന്ന് പറയുന്നത് അത് ബിന്ദു പണിക്കരും ഭാമയും ഒക്കെയാണ്. ഏതെങ്കിലും ഒരു സിനിമാ സെറ്റിൽ വെച്ച് എന്തോ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞെന്നോ, നിന്നെ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. എന്റെ പാർത്ഥ, നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളും ഒക്കെ പറയുന്നതല്ലേ ഇത്? കൊല്ലാനാണോ പറയുന്നത്? ചിലപ്പോ ദേഷ്യം വരുമ്പോ നിന്നെ ഞാൻ ഇന്ന് തീർത്ത് കളയുമെന്ന് പറയും. അത് നമ്മൾ നാളെ കൊല്ലുമെന്ന് അതിന് അർത്ഥമില്ല. നാളെ ഈ ഒരു ഒറ്റ വാചകം വെച്ചുകൊണ്ട് ഒരാളെ കൊല്ലുമെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? അയാൾ ക്രിമിനൽ ആണോ? നേരത്തെ അയാളുടെ പേരിൽ കേസുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെട്ട ഒരാളാണോ? അങ്ങനെ ഒരാളാണ് പറയുന്നെങ്കിൽ, ഒരു കൊലപാതകയാണ് നമ്മുടെ മുന്നിൽ വന്ന് നിങ്ങളോട് കൊല്ലുമെന്ന് പറയുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ഒരു വഴക്കിനിടയിൽ പറഞ്ഞ ഒരു വാചകം, അത് തന്നെയാണ് രണ്ടാമതും ദിലീപിനെ ക്രൂശിക്കാനായി രണ്ടാമത് ബാലചന്ദ്രകുമാർ കൊണ്ടുവന്ന ആ ക്ലിപ്പ് എന്ന് പറയുന്ന അവിടെ എവിടെയും വെട്ടിയൊട്ടിച്ച ആ ഒരു ശബ്ദശകലത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ അങ്ങനെ പറഞ്ഞാൽ നമ്മളെയും ഒക്കെ കേസെടുക്കാം, നമ്മുടെ പേരിലൊക്കെ കേസെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയാം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നോടെങ്ങാനും വല്ലത്തിനും വന്ന് അന്ന് ഞാൻ തീർത്ത് കളയുന്നു എന്ന് വെച്ചിട്ട് ഞാൻ അവരെ കൊല്ലാൻ നടക്കുകയാണോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കൊലപാതകത്തിൽ പ്രതികളാണോ? ആ വാചകങ്ങളൊക്കെ വെച്ചുകൊണ്ട് കോടതിയിലൊന്നും ഈ കേസ് വലിയ ബലമുണ്ടാകില്ല. ഇത്തരത്തിലുള്ള വാദഗതികളുമായി പോയാൽ ആരെങ്കിലും ഒക്കെ തമ്മിൽ വ്യക്തിവൈരാഗ്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടാകാം. ആ വെല്ലുവിളി മാത്രമാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഭാമയും ബിന്ദു പണിക്കരും ഒക്കെ ഇത്തരത്തിൽ എപ്പോഴോ കേട്ട നമ്മളിപ്പോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കേട്ടിരുന്നു എന്ന് പറയും. ആ പറയുന്നത് എഴുതി വെക്കുന്നത് എങ്ങനെയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അത് പോലീസ് ഫ്രെയിം ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുവാണെങ്കിൽ അത് തീർച്ചയായും അങ്ങനെ തന്നെ എഴുതി വെക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനുശേഷമായിരിക്കാം അവർ ഇത്തരത്തിലുള്ളവർ മൊഴി മാറ്റി എന്നിവർ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ്. കാലക്രമേണ ഇപ്പൊ ഞാൻ പറയട്ടെ, ആദ്യഘട്ടത്തിൽ ഞാനും വിചാരിച്ചിരുന്നതാണ് ദിലീപ് കേസിൽ പ്രതിയാണെന്ന്. ദിലീപ് ഈ കേസിൽ കൃത്യമായ കുറ്റക്കാരനാണ് എന്ന് ഒരു സംശയത്തിനിടയില്ലാത്ത വിധം ഇവരുടെയൊക്കെ ബഹളം കേട്ടിട്ട് ഞാനും ആദ്യഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു. പിന്നീട് ഞാൻ ഈ കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വെച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ കാര്യമായ ഒന്നുമില്ല, കൊടുക്കാനുള്ള ഒന്നുമില്ല, ഒരുപക്ഷെ ശിക്ഷിക്കാൻ പോലുമുള്ള സാധ്യതയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നത്. അതുകൊണ്ടാണ് ഞാൻ ദിലീപിനെ ഏതെങ്കിലും സമയത്തൊക്കെ ദിലീപിന് അനുകൂലമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദിലീപുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ അവിടെ ചോദിക്കട്ടെ, ഈ മട്ടാഞ്ചേരി മാഫിയയുടെ പല ഇടപെടലുകൾക്കും വിഘാതമായി നിന്നത്, മലയാള സിനിമയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിന്നത് ദിലീപ് ആയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ അമ്മ സംഘടനയ്ക്കകത്ത് അമ്മയ്ക്ക് പോലും ഒരു കൃത്യമായ ഒരു ക്രെഡിബിലിറ്റി സമൂഹത്തിൽ ഉണ്ടായിക്കൊടുത്തത് ദിലീപിന്റെ നേതൃത്വത്തിലുള്ള, അതായത് ദിലീപ് എനിക്ക് തോന്നുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു തോന്നുന്നു അമ്മയുടെ, കൃത്യമായ ഓർമ്മയില്ല, എന്തായാലും ദിലീപ് കൃത്യമായ ഒരു പങ്ക് അമ്മയിൽ വഹിച്ചിരുന്നു. ആ സമയത്തൊക്കെയും ഈ 2020 പോലുള്ള സിനിമകൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഇതൊന്നും ഇവർക്ക് പിടിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഇവരുടെ കാര്യങ്ങൾ, മയക്കുമരുന്നിനെ മലയാള സിനിമയ്ക്കകത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ വർഗീയതയെ, ചില മട്ടാഞ്ചേരി മാഫിയയുടെ ചില ഒരു പറ്റം വർഗീയ ചിന്താഗതി ഉണ്ടല്ലോ മാഡം, അത് ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വിഘാതം ദിലീപായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇവർ നടത്തിയെന്നല്ലേ? യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനെ തന്നെയാണ്. ഈ പെൺകുട്ടി ആരാണ് പീഡിപ്പിച്ചത്, ഇരയാക്കപ്പെട്ട പെൺകുട്ടി ആരാണ് പീഡിപ്പിച്ചത് എന്നുള്ളത് പുറത്തു വരേണ്ട കാര്യമാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അത് ചെയ്ത യഥാർത്ഥ പ്രതികളെയാണ് കണ്ടെത്തേണ്ടത്. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ദിലീപിനെ ക്രൂശിക്കാനുള്ള ഒരു അമിത ആവേശം ഈ വിഷയത്തിൽ പോലീസ് ഓഫീസർമാരെയും അതുപോലെ തന്നെ ചില പോലീസ് ഓഫീസർമാർ, അതുകൊണ്ട് തന്നെ DGP പദം കിട്ടാതെ പോയ പോലീസ് ഓഫീസറുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അതായത് കേരളത്തിലെ സർക്കാരിന് കൃത്യമായി അറിയാം
ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു ഡി ജി പി ആകേണ്ട ആൾക്ക് DGP പദം കിട്ടാതെ പോയത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ പിറകിൽ ഒരു വലിയ കളി നടന്നിട്ടുണ്ട് എന്നാണ്. അത് എന്താണ് എന്നുള്ളതിനെ സംഭവിച്ചത്, എന്തിനാണെന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, ദിലീപ് അമ്മയിൽ എല്ലാ സിനിമാ താരങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ആ ഒരു സിനിമ ചെയ്യുന്നു. അതുപോലെ തന്നെ തിയേറ്റർ അടക്കമുള്ളവ, പ്രൊഡക്ഷൻ അടക്കമുള്ളവ എല്ലാ മേഖലകളിലേക്കും ദിലീപ് എത്തുന്നു. അപ്പോൾ പഴയ സിനിമാക്കാരെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ടാണ്. അപ്പൊ ഈ പുതിയ സിനിമാക്കാർക്ക് ഇവരുടെ ഇപ്പോൾ നടത്തുന്ന ആ വെളഞ്ഞാട്ടം ആ രീതിയിൽ സിനിമാ സെറ്റുകളിൽ നടത്താൻ കഴിയില്ല. നമുക്കറിയാം പുതിയ സിനിമ എന്താണെന്നേ. ഞാൻ ചോദിക്കട്ടെ, ഒമർ ലുലു മയക്കുമരുന്നിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സിനിമ എടുത്താളല്ലേ? അത്തരത്തിലുള്ള സിനിമകളല്ലേ ഇപ്പൊ പുറത്തു വരുന്നത്? ആ സിനിമ പോലും എത്ര തരത്തില് അത് പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യാത്തത്? അതുപോലെ തന്നെ കള്ളപ്പണത്തിന്റെ വിഷയങ്ങളില്ലേ, തീവ്രവാദത്തിനടക്കമുള്ള പണങ്ങൾ, തീവ്രവാദ സംഘടനകളുടെ അടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിന് ഉള്ള ചില ആൾക്കാരുടെ പണങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ചില പ്രത്യേക വിഭാഗം ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. ഇത്തരം ഗുരുതരമായ വിഷയങ്ങളെ കുറിച്ചൊന്നും ചർച്ചയില്ല. എല്ലാ മേഖലകളിലും ചില പ്രത്യേക വിഭാഗക്കാരുടെ കടന്നുകയറ്റം കൊണ്ട് അത് സിനിമാ രംഗത്തും പ്രകടമാണ്. അത് ചില സിനിമാ സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒക്കെ നമ്മളോട് പരിചയമുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്തരം സിനിമകളുടെ സെറ്റുകളിൽ അത്തരത്തിലുള്ളവർക്ക് മാത്രമേ അവർ തൊഴിൽ നൽകുകയുള്ളൂ, പുതിയ സിനിമാ സെറ്റുകളിലും മറ്റും. അത്തരത്തിൽ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിൽ നിന്ന് വല്ലപ്പോഴും മാത്രമാണ് പരാതി ഉയർന്നു കേൾക്കുന്നത്. ഈ സ്ത്രീ സംഘടനകളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെട്ട ഒരു നടിക്ക്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കാരവാൻ നിഷേധിക്കാൻ കഴിയുക? എല്ലാവരുടെയും ആവശ്യമൊന്നല്ലേ? വലിയ നടിയായാലും ചെറിയ നടിയായാലും ബേസിക് ആവശ്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. അവരൊന്ന് ബാത്റൂമിൽ പോകാൻ വരുമ്പോൾ എന്റെ ബാത്റൂമിലേക്ക് പോകാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് അവിടെ അതിനുള്ള സൗകര്യമില്ലെങ്കിൽ ശരി, നമ്മൾ ചില വൃത്തി കൺസേണുകളും ഒക്കെ കാണും. പക്ഷെ ഒരു സ്ഥലത്ത് അതിനുള്ള സൗകര്യമില്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന സ്ത്രീകളെ നമ്മൾ അതിന് അനുവദിക്കേണ്ടതല്ലേ? അത്രയും നീതി നിഷേധം നടത്തിയ സ്ത്രീകളാണ് സ്ത്രീകളുടെ പ്രശ്നത്തെ കുറിച്ച് പറയുന്നത്. ഒരു സ്ത്രീക്ക് ഏറ്റവും ബേസിക് ആയ അവരുടെ ആവശ്യങ്ങളെ നിഷേധിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീകൾ ഒരുമിച്ച് കൂട്ടം കൂടുന്നത് മറ്റു സ്ത്രീകൾക്ക് വേണ്ടി പറയുകയാണ്. യഥാർത്ഥത്തിൽ സ്ത്രീ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുക. എത്ര സ്ത്രീകൾ, എത്ര ആർട്ടിസ്റ്റുകൾ, വനിതാ ആർട്ടിസ്റ്റുകൾ, ഞാൻ പറയുന്നു വനിതാ നടിമാർ മയക്കുമരുന്നിന് അടിമകളായി ചികിത്സ തേടിയിട്ടുണ്ടെന്നറിയോ? എനിക്ക് ചിലരെ അറിയാം. വളരെ ചെറിയ കുട്ടികളായി സിനിമയിൽ വന്ന ശേഷം മയക്കുമരുന്നിന് അടിമപ്പെടുകയും പിന്നീട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോവുകയും ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി സ്ത്രീകളെ എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ആ പ്രശ്നവും അഡ്രസ് ചെയ്യേണ്ടതല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഏറ്റവും പ്രകടമായ പ്രശ്നമല്ലേ, ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണം വന്ന പൃഥ്വിരാജിന്റെ സെറ്റിൽ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു എന്നാണ്. ആ കുട്ടി അപ്പൊ തന്നെ പരാതിയും കൊടുത്തിട്ടുണ്ട്. ആ പരാതി അറിയാൻ പോലും അടുത്ത സിനിമയുടെ സെറ്റ് വരെ എത്തേണ്ടി വന്നു എന്നൊക്കെയാണ് ഇപ്പോ പൃഥ്വിരാജ് പറയുന്നത്. എന്റെ സിനിമ സെറ്റ് മാത്രമേ എനിക്ക് അഷ്വർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ സിനിമാ സെറ്റ് പൃഥ്വിരാജ് അഷ്വർ ചെയ്തോ? ആ ചോദ്യം പ്രസക്തമല്ലേ? ഇവരുടെ ഒരു ബാക്കിൽ നിന്ന് പോലും ഈ പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ ഒരു പിന്തുണ ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ പിന്തുണ എന്തുകൊണ്ടാണ്? അത് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? സിനിമയിലെ പഴയ വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാനാണോ? അല്ലെങ്കിൽ സിനിമാ രംഗം മൊത്തത്തിൽ പിടിച്ചടക്കാനാണോ? അതോ മറ്റേതെങ്കിലും ലോബി ഉണ്ടോ? സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇവരെ ആരെങ്കിലും ഈ സിനിമ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? പണ്ടൊക്കെ നമുക്കറിയാം സിനിമ, മറ്റേ ബോളിവുഡ് സിനിമകളും മറ്റുമൊക്കെ പണ്ടൊക്കെ ഈ അധോലോക രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള കഥകൾ കേൾക്കുന്നില്ല. ശക്തമായ സ്ട്രോങ് ആയ ഒരു സർക്കാർ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടും ദേശീയത മുഖമുദ്രയാക്കിക്കൊണ്ടുള്ള സിനിമകൾ വന്നു. അത് വലിയ അസ്വസ്ഥതയല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉണ്ടാക്കുന്നത്? ദേശീയതയുള്ള സിനിമകൾ കണ്ടാൽ അപ്പോൾ അസ്വസ്ഥരായി കഴിഞ്ഞു. അപ്പൊ എന്താണ് അതിനെന്തിനാണ് തടസ്സം നിൽക്കുന്നത്? ദേശീയത മുഖമുദ്രമായ സിനിമകൾ വരുമ്പോൾ ആ സിനിമകൾക്ക് തടസ്സം നിൽക്കുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ, കേരളത്തിലെ സിനിമാ രംഗത്ത് കേരളത്തിലെ സിനിമകളെ പിടിച്ചടക്കാനും ഇത്തരത്തിലുള്ള ചില കുൽസിത പ്രവണതകൾക്കുമുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ശ്രീലാമ പറഞ്ഞ പോലെ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം മാത്രം മുതലെടുത്തുകൊണ്ട് TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഈ മാധ്യമങ്ങൾ നടത്തുന്ന മഞ്ഞക്കഥകളിലേക്ക് മാത്രം ഇതിന്റെ യഥാർത്ഥ കാമ്പിനെ കാണാതെ, മയക്കുമരുന്നിനെ കാണാതെ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സ്ത്രീപീഡനങ്ങളെ കാണാതെ, ഒരു തരത്തിൽ ഒരു പറ്റം ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം ചതികൾ, ഇവരുടെ ലക്ഷ്യങ്ങൾ ശ്രീലാമൻ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും പ്രേക്ഷകർ തിരിച്ചറിയും. എന്തായാലും നമ്മളും ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാകും. സത്യമായി ജനങ്ങളോട് പറയും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത്രയും നേരം ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി മാഡം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.